ധോത്തി ചാലഞ്ചിനെ കുറിച്ച് പറഞ്ഞല്ലോ. ധോത്തി ചാലഞ്ച് ഏതാണ്ട് 200 ഉറുപ്പിക മാത്രം വിലയുള്ള മുണ്ടാണ് വാങ്ങിയത്. എന്നിട്ട് ആളുകൾക്ക് വിതരണം ചെയ്തത് 600 ഉറുപ്പികക്കാണ്. 100 രൂപ യൂത്ത് ലീഗിന് ഫണ്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. എന്നാൽ 200 രൂപ വിലയുള്ള മുണ്ട് വാങ്ങി 600-ന് വിതരണം ചെയ്താൽ 100 രൂപയാണോ കിട്ടുക? അല്ല. അവശേഷിക്കുന്ന ബാക്കിയുള്ള 300 ഈ പറയുന്ന PK ഫിറോസും സംഘവും അടിച്ചു മാറ്റി. ഇതൊക്കെ വിദേശത്തേക്ക് കടത്തി. എന്നിട്ട് വിദേശ യാത്രകളും ടൂറുകളും നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പം നമുക്കറിയാം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ PK ഫിറോസ് നടത്തിയ വിദേശയാത്ര വിയറ്റ്നാമിലേക്കാണ്, രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം. എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളും മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികളും ഒക്കെ വിദേശയാത്ര. വിയറ്റ്നാം എന്ന് പറയുന്നത് ഉംറയ്ക്ക് വേണ്ടി പോകുന്ന മക്ക എന്ന് പറയുന്ന പ്രദേശമൊന്നും അല്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. സാധാരണയായി നിലമ്പൂരിൽ ജയിക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ സന്തോഷത്തിൽ ദൈവത്തിന് നന്ദി പറയാൻ മുസ്ലിം സമുദായം, അതല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മക്കയിലേക്കാണ് പോകേണ്ടത്. ഫിറോസ് പോയത് വിയറ്റ്നാമിലേക്കാണ് അല്ലേ? എങ്ങനെയാണ് ഈ സംഖ്യ ഉണ്ടാക്കിയത്? എങ്ങനെയാണ് ഇത്തരത്തിൽ ആർഭാട ജീവിതം നയിക്കാൻ കഴിയുന്നത്? ഇതൊക്കെ നമുക്ക് അറിയാൻ താല്പര്യമുണ്ട് ഞങ്ങൾക്ക്. അതുപോലെ തന്നെ വയനാട്ടിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിവാദം നിലവിലുണ്ടല്ലോ, അക്കാര്യത്തിലും ഫിറോസിനാണല്ലോ പങ്ക്. എന്തുകൊണ്ടാണ് കാലാകാലമായി ഫിറോസിനെതിരായി ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം നിലനിൽക്കെ മുസ്ലിം ലീഗ് ഒരു അന്വേഷണം നടത്താത്തത്? എന്തുകൊണ്ടാണ് ഇതിൽ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാത്തത്? ആരോപണം ഉന്നയിച്ചയാളെ പുറത്താക്കുന്നതിന് പകരം ജനാധിപത്യവും ധാർമ്മികതയുമാണ് ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ ആരോപണ വിധേയനായ ആളെ പുറത്താക്കുകയാണ് വേണ്ടത്, ആരോപണം ഉന്നയിച്ച ആളുകളെ പുറത്താക്കുകയല്ല. മുസ്ലിം ലീഗ് അക്കാര്യത്തിൽ ഇനിയും മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ലീഗിൻ്റെ ചരിത്രം അതാണ്, കഴിഞ്ഞ കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതും അതാണ്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ലീഗിൻ്റെ കാര്യത്തിൽ അഴിമതി എന്ന് പറഞ്ഞാൽ അവർക്കുള്ള അർഹതയാണ് നേതൃത്വത്തിലേക്ക് എത്താൻ. അഴിമതി എന്നാൽ, കൊള്ള എന്നാൽ, കള്ളപ്പണം എന്നാൽ, പിടിച്ചുപറി എന്നാൽ, ആളുകളുടെ സ്വത്ത് തട്ടിയെടുക്കുക എന്നാൽ ലീഗിൻ്റെ നേതൃത്വത്തിലെത്താനുള്ള അർഹതയാണ് എന്ന് ലീഗ് രേഖപ്പെടുത്താതെ നിയമമാക്കി വെച്ചിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ കാല ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ലീഗിനെ ഇക്കാര്യത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ നേതൃത്വം മുതൽ താഴേക്കടയിലുള്ളവർ വരെ ആ നിലയിൽ മലീമസമാക്കപ്പെട്ട സാഹചര്യമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായും. VP മുസ്തഫ, ഇതിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞോളൂ. ശ്രീ NK പറഞ്ഞോളൂ. മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പം നേരത്തെ ശ്രീ ജോർജ് പൊടിപ്പാറ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം നിഷ്പക്ഷ മാധ്യമ നിരീക്ഷകൻ എന്ന നിലയിലാണ് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു പല മന്ത്രിമാർക്കെതിരായും മുമ്പൊക്കെ ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ആ മന്ത്രിമാരുടെ ലിസ്റ്റ് അദ്ദേഹത്തിനൊന്ന് പറയാമോ? മാത്രമല്ല, ഈ സമയത്ത് ആരോപണ വിധേയരായ ആളുകൾക്കെതിരായ ആക്ഷേപം എന്താ? ഏതെങ്കിലും തരത്തിലുള്ള സ്ത്രീകളുമായിട്ടുള്ള ഫോൺ സംഭാഷണമോ അതല്ലെങ്കിൽ ശൃംഗാരമോ ആണോ? അല്ല. ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു, അല്ലെങ്കിൽ കൊന്നുകളയും എന്ന ആക്ഷേപം ഉന്നയിച്ചു. ഇത്തരത്തിലുള്ള ആക്ഷേപം നേരത്തെ ആർക്കെതിരായി ഉണ്ടായിട്ടുണ്ട്? ആ ആക്ഷേപം ഉന്നയിച്ചയാളെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ് MLA സ്ഥാനം രാജിവെക്കാതെ. നേരത്തെ സൂചിപ്പിച്ചല്ലോ, ബീഹാറും ബീഡിയും എന്ന സമരസപ്പെടുത്തിക്കൊണ്ടുള്ള കമൻറ്റിലൂടെ കോൺഗ്രസിന് വലിയ പ്രയാസമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന് പറയുന്നു. കോൺഗ്രസിന് പ്രയാസമുണ്ടാകണം, കാരണം ബീഹാർ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്കും അതുപോലെ തന്നെ BJP വിരുദ്ധ ശക്തികൾക്കുമൊക്കെ ജയിച്ചു വരേണ്ട ഇടമാണ്. അവിടെ ആ തരത്തിൽ അവിടുത്തെ ആ സംസ്ഥാനത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചാൽ അത് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാകും. പക്ഷേ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടയാളെ ആ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചല്ലോ. ഇത് വലിയ ചെറിയ കുറ്റമാണ് എന്ന് ശ്രീ ജോർജ് പൊടിപ്പാറ തന്നെ പറഞ്ഞല്ലോ. ആ പോസ്റ്റ് ഇട്ടത് ഒരു ചെറിയ കുറ്റം തന്നെയാണ്, കുഴപ്പമില്ല. പക്ഷേ ആ ചെറിയ കുറ്റം ചെയ്തിട്ടുള്ളയാളെ രാജിവെപ്പിച്ചു സ്ഥാനത്ത് നിന്നോ. അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ചുമതലയിൽ നിന്നും രാജിവെച്ചു എന്ന് പറയുന്നു. ഇത്രയും ഭീകരമായ കുറ്റം ചെയ്ത രാഹുൽ മാങ്കൂട്ടം, നമുക്കറിയാം, അദ്ദേഹം ഗർഭചിത്രത്തെ നിർബന്ധിച്ചു, ആളെ കൊന്നുകളയും എന്ന തരത്തിൽ ഭീഷണിയുടെ സ്വരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ നമ്മൾ കേട്ടതാണ്. നാട്ടിൽ എത്ര പെൺകുട്ടികൾ അദ്ദേഹത്തിന് വിധേയപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്നതിൻ്റെ കണക്ക് പോലും പുതിയതായി പുറത്തു വന്നിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരായി കടുത്ത നടപടിയെടുക്കുന്നില്ല? അപ്പോൾ ഏറ്റവും നിഷ്ഠൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ പരമാവധി സംരക്ഷിക്കുകയും അത്തരം കുറ്റങ്ങൾ ചെയ്തിട്ടില്ലാത്ത താരതമ്യേന മയപ്പെട്ട ആളുകളെയോ നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളെയോ നടപടിക്ക് വിധേയരാക്കുകയും എന്ന UDFിൻ്റെ രീതിയുണ്ടല്ലോ, അത് പൊതുസമൂഹത്തിന് തിരിച്ചറിയാൻ ഒരവസരമുണ്ടായി എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.